ടീംമേറ്റ്സിൽ വന്നപ്പം ഭയങ്കര റിലാക്സ്ഡ് ആയിരുന്നു. കാരണം നമ്മൾ മാത്രമല്ല, നമ്മളെ കൂടെയുള്ള നമ്മളെ ടീച്ചേഴ്സ് ആണെങ്കിലും മെൻറ്റേഴ്സ് ആണെങ്കിലും നമ്മളെ പോലെ തന്നെ നമുക്കൊരു ജോബ് വേണം എന്നുള്ളൊരു റെസ്പോൺസിബിലിറ്റി അവർക്കും ഉണ്ട്. ഞാൻ അനുശ്രീ, കാലിക്കറ്റിനാണ് വീട്. ഇപ്പോൾ 2025 ഇൻകം ടാക്സ് OS പോസ്റ്റിലേക്കാണ് ഞാൻ ക്ലിയർ ചെയ്തത്. 2021 ഡിഗ്രി പാസ് ഔട്ട് ആയതിനു ശേഷം ഞാൻ കുറച്ച് കോച്ചിങ് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞാനൊരു പ്രൈവറ്റ് ജോബ് ആ ഒരു സെക്ടറിലേക്ക് കയറി കഴിഞ്ഞേരെ പിന്നെ ഒരു 2024 വരെ ഞാൻ ജോബ് ചെയ്തു. അതിനുശേഷം എനിക്ക് ഓൾറെഡി ഒരു ഗവൺമെൻറ് ജോബ് എന്നുള്ളൊരു എൻ്റെ ഒരു ഡ്രീം കാരണം എനിക്ക് ആ ഒരു പ്രൈവറ്റ് സെക്ടറിൽ എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സോ ഞാൻ ഈ കോച്ചിങ്ങിലേക്ക് ഇറങ്ങിയപ്പം എൻ്റെ ഫ്രണ്ടാണ് എനിക്കിത് സജസ്റ്റ് ചെയ്തത്. ടീംമേറ്റ്സ് ഇസ് എ ബെറ്റർ ഓപ്ഷൻ. സോ ഞാൻ വന്നു. അതുവരെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഏതൊരു കുട്ടിക്കും അറിയാം, ലൈക്ക് ഒരു ഫങ്ഷൻ ആണെങ്കിലും അല്ലെങ്കിൽ എന്തൊരു പരിപാടിയാണെങ്കിലും ഭയങ്കര റെസ്ട്രിക്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ അങ്ങനെയാണ് ചെയ്യാറ്. മീൻസ് ഒരു പരിപാടിക്കും പോവില്ല, കംപ്ലീറ്റ് എക്സാം കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഇരിക്കും. ബട്ട് ടീംമേറ്റ്സിൽ വന്നപ്പം ഭയങ്കര റിലാക്സ്ഡ് ആയിരുന്നു. കാരണം നമ്മൾ മാത്രമല്ല, നമ്മളെ കൂടെയുള്ള നമ്മളെ ടീച്ചേഴ്സ് ആണെങ്കിലും മെൻറ്റേഴ്സ് ആണെങ്കിലും നമ്മളെ പോലെ തന്നെ നമുക്കൊരു ജോബ് വേണം എന്നുള്ളൊരു റെസ്പോൺസിബിലിറ്റി അവർക്കും ഉണ്ട്. ടീംമേറ്റ്സിന് കൂടെ ഉണ്ടായിരുന്ന ഒരു പ്രിപ്പറേഷൻ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ അഡ്വാൻസ് ബാച്ചിൽ ജോയിൻ ചെയ്തു. അഡ്വാൻസ് ബാച്ചിൽ ഏറ്റവും കൂടുതൽ നമുക്കൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് മാത്സ് നമുക്ക് ഭയങ്കര സിമ്പിളായിട്ടുള്ള ട്രിക്ക് വെച്ചിട്ട് നമുക്കത് പെട്ടെന്ന് തന്നെ ചെയ്ത് കഴിക്കാൻ പറ്റും. പിന്നെ ഇംഗ്ലീഷ് ആണെങ്കിലും ഇംഗ്ലീഷിൻ്റെ ഒരു ബെനിഫിറ്റ് പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പഠിക്കുന്നത് ഓക്കെ, നമ്മൾ മോക്ക് ടെസ്റ്റാണ് അധികവും ചെയ്യേണ്ടത് ഇംഗ്ലീഷിൻ്റെ ഒരു കേസിൽ. അതാണെങ്കിൽ ഇവിടെ ടോപ്പിക് വൈസ് മോക്ക് ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ ടയർ 1-നാണെങ്കിൽ പ്രിലിംസിൻ്റെ എക്സാമിൻ്റെ സമയത്ത് ഇവിടെ ഓൺലൈനായിട്ട് ലാബ് ഫെസിലിറ്റിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. റിസൾട്ട് വരുന്നു. അതിനുശേഷം ഫുൾ വീട്ടിൽ ചെന്നു, അമ്മേൻ്റെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. എനിവേസ് ഹാപ്പി. ഞാനിപ്പം ഇത്ര ഹാപ്പി ആയിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ വീട്ടുകാർ ഹാപ്പി ആണെങ്കിൽ ഇറ്റ്സ് ഓൾ താങ്ക്സ് ഫോർ ടീംമേറ്റ്സ്. അവർക്കാണ് ഞാൻ എൻ്റെ എല്ലാ സക്സസ് ക്രെഡിറ്റ്സും കൊടുക്കുന്നത്.